ഇന്ന് എൻ്റെ കോഴിക്കോടിൻ്റെ ക്ലീനിങ് ഡേ ആണ്. അതിനൊപ്പം ഒരു ചെറിയ സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള കോഴിയെ വളർത്തുന്നവർക്കും ഇനി കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചെറിയ പണിപ്പുരയിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ കൂടിൻ്റെ ഉള്ളിൽ കുറച്ച് ചിപ്പിൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ മെയിൻ കൂട്ടിലിട്ട് കൊടുക്കാനുള്ള ചിപ്പിൽപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് ചിപ്പിൽപ്പൊടി ഒരുപാട് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, അത് കിട്ടാനേ ഇല്ല. ഇനി കിട്ടിയാലോ, ചാക്കിന് 80 രൂപയും 90 രൂപയൊക്കെ ആട്ടോ അവർ ചോദിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, അവർക്ക് പൈസ വാങ്ങാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്രയും കൂടുതലായിട്ട് ചോദിച്ചാൽ അത് നമുക്ക് കൊടുക്കാൻ കഴിയുമോ? അതായത് ഒരു ചാക്കിന് 80 രൂപയും 90 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ചെറിയ രീതിയിൽ കോഴികളെ വളർത്തുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളും ഇതുപോലെ ചിപ്പിൽപ്പൊടിയൊക്കെ പൈസ കൊടുത്തിട്ടാണോ വാങ്ങാറ്? എങ്കിലൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. എൻ്റെ അടുത്തുള്ള ചിപ്പിൽപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ അവർ സ്ഥിരമായിട്ട് വാങ്ങാറ്. ഞാൻ 2-3 സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടുണ്ട്, അവിടുന്ന് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ളൊരു ഒഴിവ് കിട്ടാത്തത് കൊണ്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ നിലവിൽ കോഴി കുറവായത് കൊണ്ട് എനിക്ക് ഉള്ളിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ ആ ഒരു കൂട് ഞാൻ കഴുകാറുണ്ട്. പിന്നെ ഉള്ളിൽ കുറച്ച് ഇടേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. ഇനി എനിക്ക് ചിപ്പിൽപ്പൊടിൻ്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഒരാളെ അടുത്തുനിന്നായിരുന്നു ചിപ്പിൽപ്പൊടി എടുക്കാറ്. അവർ ആ ഒരു കട ഒഴിവാക്കി പോയിട്ട് അവരിപ്പോൾ വീടുകളിൽ അങ്ങോട്ട് ചെന്നിട്ടാണ് പണികൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചിപ്പിൽപ്പൊടിക്ക് ഇങ്ങനെ ഒരു ഷോർട്ടേജ് വന്നത്. ഞാൻ സാധാരണ ഒരു 5-6 ചാക്ക് പോലെ ഇവിടെ സ്റ്റോക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോക്ക് വെച്ചത് കൊണ്ടാണ് എനിക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പക്ഷേ ഇനി എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഫുള്ള് ഞാൻ വാരി എടുത്തിട്ടുണ്ട്, കഴിഞ്ഞു, എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് കിട്ടണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച സമയത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ഉള്ളത് കൊണ്ട് ഒരു ചാക്കൊക്കെ നമുക്ക് വണ്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കൊണ്ടുവരാമല്ലോ. ഇനിയിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി എടുത്തിട്ടൊക്കെ പോകണം. എന്തായാലും നോക്കട്ടെ കിട്ടുമോ എന്നുള്ളത്. ചിപ്പിൽപ്പൊടി നമുക്ക് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ മഴക്കാലത്തൊക്കെ ചിപ്പിൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇന്ന് ഞാൻ കുറച്ച് നന്നായിട്ട് നമ്മുടെ കോഴിക്കോട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് പുതിയ അതിഥികൾ വരുന്നുണ്ട്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാനാണ് ഇന്ന് കുറച്ച് എക്സ്ട്രാ കെയർ ഒക്കെ എടുത്തിട്ട് കൂട് ക്ലീൻ ചെയ്യുന്നത്. മുൻപൊക്കെ കൂട്ടിൽ ഫ്രണ്ട് ഭാഗത്ത് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കാരണം അതെല്ലാം പോയി, ഒട്ടും സമയം കിട്ടാറില്ലായിരുന്നു. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ചെടികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്ന സമയത്ത് കോഴിക്കോടാണ് എന്നൊന്നും തോന്നാറില്ല. പെട്ടെന്നൊക്കെ ആരെങ്കിലും വന്നാൽ അടുക്കളയിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് വിറകുപുരയുണ്ടല്ലോ, അതൊക്കെയാണെന്നേ തോന്നാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കോഴികളെയൊക്കെ കാണുന്ന സമയത്താണ് അത് കോഴിക്കോടാണെന്ന് മനസ്സിലാവുക. കാരണം നമ്മുടെ നെറ്റിൻ്റെ അവിടെയൊക്കെ കർട്ടനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാനിപ്പം എടുത്തൊഴിവാക്കിയതാണ്. അപ്പം കോഴിയെ മാത്രം നോക്കി ഇരുന്നാൽ പോരല്ലോ, നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മറ്റ് ജോലികളും എല്ലാം കൂടി ഈ ഒരു കൂട്ടത്തിൽ തന്നെ ചെയ്യണം. സത്യത്തിൽ എനിക്കൊട്ടും സമയം തികയുന്നില്ല. ഇതിനിടയിൽ സമയം കിട്ടുമ്പോഴാണ് ഞാനിതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞാനും ഇതുപോലെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. മരുന്ന് കൊടുക്കുന്നതായാലും അവരെ കെയർ ചെയ്യുന്നതായാലും എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. കുറേ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ മുന്നേ ഞാൻ വീഡിയോയിൽ ഗ്രോവി പ്ലസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കണം എന്ന നിർബന്ധം ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കൊടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ നിലവിൽ എൻ്റെ കോഴികൾക്ക് മറ്റ് മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെയും ഞാൻ കൊടുക്കാറ് ലെസോട്ടിയും IBDയും അതാണ് കൊടുക്കാറ്. അത് ഞാൻ നോക്കട്ടെ, വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്തിടുന്നതാണ്. ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. വേനലല്ലേ വെയിലല്ലേ, കോഴിക്കോട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കൂട്ടിൽ നനവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. വേനൽക്കാലത്ത് കോഴിപ്പേനുകൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും കൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കോഴികളൊക്കെ പൊരുത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അവരൊക്കെ എടുത്ത് ഒന്ന് പുറത്തേക്കൊക്കെ ഇടണം. അവരിങ്ങനെ അട കിടക്കുന്ന സമയത്ത് കോഴിപ്പേനുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ കോഴിപ്പേൻ്റെ പ്രശ്നം വന്നിട്ടുള്ളൂ. അന്ന് അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കോഴിപ്പേൻ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ കോഴിപ്പേന് വന്ന് അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്
എൻ്റെ തുടക്കത്തിലായിരുന്നു കോഴീനെ വളർത്തുന്ന ആ ഒരു തുടക്ക സമയമായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആയിപ്പോയി. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കാരണം മരുന്നൊക്കെ വാങ്ങി വരാൻ നേരം വൈകിപ്പോയി. മരുന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും കോഴി എത്തേണ്ടിടത്തിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. വേനലാണ്, കൂടൊക്കെ എപ്പോഴും നന്നായിട്ട് ക്ലീനാക്കി കൊണ്ടുനടക്കുക. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഈ പറമ്പിലൊക്കെ കരിയില കൂട്ടിയിട്ട് കത്തിച്ചു കൊടുക്കുക. അതായത് പറമ്പിൽ ചപ്പും ചവലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് കത്തിക്കുക. എന്നിട്ട് വൈകിട്ട് കോഴീനെ തുറന്ന് വിടുകയാണെങ്കിൽ കോഴികൾ അതിൽ പോയിട്ട് അവർക്കറിയാലോ, അവർ മണ്ണ് അതുപോലെ ചാരം അതായത് വെണ്ണീരൊക്കെ കണ്ടാൽ അതിൽ കിടന്ന് ഇങ്ങനെ ഉരുളും. ആ ഒരു ഉരുളുന്ന സമയത്ത് അവരുടെ മേലെ അങ്ങനത്തെ കോഴിപ്പേന അങ്ങനത്തെ എന്തെങ്കിലും ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. അപ്പോൾ വെണ്ണീരിലൊക്കെ കിടന്ന് ഉരുണ്ടാൽ നല്ലതാണ്. ആ ഒരു വെണ്ണീരിൻ്റെ പുളിയൊക്കെ പറ്റുന്ന സമയത്ത് അതൊക്കെ പോവും. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം നിർബന്ധമാണ്. വേനലാണ്, കോഴികൾക്ക് വെള്ളം എപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനി കോഴിമുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും പുറത്ത് വയ്ക്കാതെ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. കോഴിമുട്ട ചൂടാണ്, ചൂടത്ത് കോഴിമുട്ട പെട്ടെന്ന് കേട് വരും. ഇനി അങ്ങനെ നിങ്ങൾ പുറത്ത് വയ്ക്കുകയാണെങ്കിലും അടച്ചിട്ട് പാത്രത്തിൻ്റെ അകത്ത് വെക്കാതിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ പുറമേത്തെ ചൂടും പാത്രത്തിൻ്റെ അകത്തിരുന്നിട്ടുള്ള ആ ഒരു വിങ്ങലുകൊണ്ട് മുട്ട പെട്ടെന്ന് കേടാവും. ഒരു 3-4 ദിവസം പുറത്ത് വയ്ക്കാമെന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ പുറത്ത് വയ്ക്കരുത് കേട്ടോ. അങ്ങനെ എൻ്റെ കോഴിക്കോടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത ഭാഗം കുറച്ചൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇതിൻ്റെ ഉൾവശം മണ്ണായിരുന്നു, കല്ലായിരുന്നു കേട്ടോ, ആദ്യം കല്ല്, പിന്നെ അത് മണ്ണാക്കി. പക്ഷേ ഈ ഞങ്ങളുടെ ഒരു മുറ്റെന്ന് പറയുന്നത് ഇങ്ങനെ നനവ് ഇങ്ങനെ വരുന്നൊരു മുറ്റായതുകൊണ്ട് ഈ ഒരു മണ്ണ് എപ്പോഴും നനഞ്ഞിട്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കോൺക്രീറ്റ് ചെയ്തത്. നമുക്ക് താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ താറാവ് ഉള്ളപ്പം അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗം കോൺക്രീറ്റും ഒന്ന് മണ്ണുമായിരുന്നു. അപ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങനെ നനഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ചളി വരും. അപ്പം പിന്നെ രണ്ടും കൂടി കോൺക്രീറ്റ് ചെയ്തു. ഇതിൽ ഞങ്ങൾ താറാവിനെയും വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൂടിൽ താറാവിനെ വളർത്തുമ്പോൾ സുഖമാണ്, അവരെ കുളിപ്പിക്കുകയും ചെയ്യുക, അവർക്ക് കുളിക്കുകയും ചെയ്യുക, വെള്ളത്തിനും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ അവരെ വൈകിട്ട് തുറന്ന് വിടാറുണ്ട് കേട്ടോ. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തുറന്ന് വിടുന്ന സമയത്ത് നമ്മൾ ഡോറങ്ങ് അടയ്ക്കും, പിന്നെ അവരങ്ങ് കയറിക്കോളും. ഇപ്പം ആരും ഇല്ല, അതുകൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. നമ്മളെ കുഞ്ഞിക്കോഴികളെല്ലാം പോയല്ലോ. അപ്പം രാത്രിയായാൽ തുറന്ന് വിടുന്നത് കൊണ്ട് അവർക്ക് പരിചയമാണ്, അവർ തന്നെ കൂട്ട് കയറിക്കോളും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇരുടാവുന്നതിൻ്റെ മുന്നേ തന്നെ അവർ കൂട്ട് കയറി കഴിഞ്ഞാൽ വേഗം ഡോർ അങ്ങ് അടയ്ക്കണം, അല്ലെങ്കിൽ കുറുക്കൻ വരും കേട്ടോ. കഴിഞ്ഞ ദിവസവും കുറുക്കൻ വന്നിട്ട് നമ്മുടെ കൂടൊക്കെ മാന്തി പൊളിച്ചിട്ടിട്ടുണ്ട്. ഏറ്റവും താഴെ ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ കോഴിക്കോടിൻ്റെ അവിടെയൊക്കെ ഞാനൊരു പട്ടിക കഷ്ണമൊക്കെ വെച്ചിട്ട് അടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കൂടൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഴീനെ തുറന്ന് വിടാം. ഇനി ചിപ്പിൽപ്പൊടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കോഴിയില്ല കേട്ടോ, അതുകൊണ്ട് വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരുപാട് പലക കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിരുന്നു അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് എത്ര വെച്ച് കൊടുത്താലും ഒരു സമയം കഴിഞ്ഞാൽ ആ ഒരു കമ്പ് കഷ്ണം പൊട്ടിപ്പോട്ടോ. ഇനി ഇവരിങ്ങനെ ഒരുമിച്ച് കയറി നിന്നിട്ടാണോ എന്നറിയില്ല. പിന്നെ നമുക്ക് അങ്ങനത്തെ കമ്പ് കഷ്ണങ്ങളും വേണം, അല്ലെങ്കിൽ ഇതിനെ കമ്പി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. 2 കമ്പി കഷ്ണം ഞാനിപ്പോൾ എടുത്ത് ഒഴിവാക്കിയതാണ്. അത് കോഴികളുടെ എണ്ണം കുറഞ്ഞല്ലോ, അപ്പോൾ ഇവർ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഭയങ്കര അടിപിടിയാണ്. കുറച്ച് ടീമുകളുണ്ട്, അവർ കയറും, മറ്റ് ടീമുകളെ അവർ കയറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പം 2 കമ്പികൾ എടുത്ത് വെച്ചതാണ്. നമ്മുടെ കൂടൊക്കെ കാലിയായിട്ടോ. ഇങ്ങനെ കോഴികൾ അങ്ങനെ കാലിയാവാറില്ല, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കാലിയായിട്ടുണ്ട്. ഞാനിപ്പം വിരിയിപ്പിച്ചിട്ട് കുറച്ചായി. നമുക്ക് ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് വിരിയിപ്പിക്കണം. പുതിയ സെറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോൾ മുട്ടയ്ക്ക് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. മുട്ടയും കുറച്ച് കുറഞ്ഞിരിക്കുന്നു. അതിൽ 3 ആൾക്കാർ പൊരുത്തായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഞാൻ മുട്ട വെച്ചെടുത്തിട്ടില്ല. പക്ഷേ അവർ മുട്ടയ്ക്ക് കിടക്കില്ല കേട്ടോ. അവർ വെറുതെ എന്താ പറയുക, അവർക്ക് വെറുതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ തുറന്ന് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളും അതുപോലെ വെള്ളമൊക്കെ കൊടുക്കണം. വെള്ളം പിന്നെ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് കൂട്ടിൽ മറിഞ്ഞിട്ട് കൂട് വൃത്തികേടാവും, അങ്ങനെ പേടിക്കാനില്ല കേട്ടോ. അതാണ് ബോട്ടിൽ വെച്ച് കൊടുത്തുള്ള ഏറ്റവും വലിയ ഗുണം. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അതെവിടുന്നാണ് വാങ്ങുന്നതെന്ന്. അത് കോഴിയുടെ തീറ്റപാത്രങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പുണ്ടല്ലോ, അവിടെ പോയാലും നമുക്ക് കിട്ടും. ഞാൻ അത് വാങ്ങിയത് മിഠായിത്തെരുവ് നിന്നാണ് കേട്ടോ. കോഴിക്കോട് മിഠായിത്തെരുവിൽ മറ്റേ ഏതെടുത്താലും 20 രൂപ, ഏതെടുത്താലും 25 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി ഷോപ്പുണ്ടല്ലോ, ആ ഒരു ഷോപ്പ് കയറിയ സമയത്താണ് എനിക്കത് കിട്ടിയത്. ഞാൻ അവിടെ നിന്നാണ്, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5-8 എണ്ണം പോലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വീതി കുറഞ്ഞതുണ്ട്, വീതി കൂടിയതുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തീറ്റ വാങ്ങാൻ പോയ സമയത്ത് ഷോപ്പിൽ കണ്ടിരുന്നു കേട്ടോ. ഞാൻ അവരോട് ചോദിച്ച സമയത്ത്
പിന്നെ 20 രൂപയും ഒന്നിന് 20 രൂപയും ഒന്നിന് 15 രൂപയാണ് അവർ പറഞ്ഞത്. വീതി കൂടിയതിന് 20 രൂപയും വീതി കുറഞ്ഞതിന് 15 രൂപയും. അടുത്തുള്ള ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, എന്തായാലും കിട്ടും. കാരണം ഇപ്പം എല്ലാവരും കോഴീനെ വളർത്തുന്നുണ്ടല്ലോ. കോഴീനെ വളർത്തുന്ന ഒരുവിധം ആളുകളുടെ അടുത്തൊക്കെ ഈ ഒരു അടപ്പ് കാണുന്നുണ്ട്. ഒരുപാട് വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുമക്കളുടെ കൂടാണ് കേട്ടോ. അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു കൂട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ക്ലീൻ ആക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കൂടും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.